നമസ്കാരം. ഷിബി ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ബികോം സെക്കൻഡ് സെമസ്റ്ററിലെ സെക്കൻഡ് ലാംഗ്വേജ് ടെക്സ്റ്റിലെ കഥാഭാഗത്തിലെ അവസാന കഥയാണ് മൈക്രോഗ്രീൻ എന്നാണ് കഥയുടെ പേര്. വി ഷിനിലാലിന്റെ കഥയാണ്. സമകാലികമായ ഈ ഒരു കൊറോണ തുടങ്ങിയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. സമൂഹത്തിന്റെ നേർചിത്രം എന്ന് തന്നെ പറയാം. അപ്പൊ ഇതൊരു ഫ്ലാറ്റിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 13ാം നിലയിലെ ചില്ലുവാതിലുകളിലാണ് നമ്മുടെ ഈ കഥയുടെ ആരംഭം. ഈ അതായത് ഒരു നായയുടെ കുരയിലാണ് കഥ ആരംഭിക്കുന്നത്. ഇപ്പൊ കുരയുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ എന്ന് അയാൾ ചോദിക്കുന്നു. അപ്പൊ ഭാര്യ ദുർബലമായ കൃഷ്ണമണികൾ ഉയർത്തി അയാളെ നോക്കി. ഉത്തരം അയാൾ തന്നെ പറഞ്ഞു, നമ്മുടെ പ്രൊഫസറും മരിച്ചിരിക്കുന്നു. ഈ ഫ്ലാറ്റിലെ അന്തേവാസിയായ പ്രൊഫസർ മരിച്ചു. അപ്പൊ ഭാര്യയുടെ കണ്ണുകളിൽ ഒരു നടുക്കമുണ്ടായി. അപ്പൊ ഭാര്യ പറയുന്നു, അയാളായിരുന്നു ഈ ഫ്ലാറ്റിലെ അവസാനത്തെ മനുഷ്യൻ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, ഇനി നമ്മളാണ് അവസാനത്തെ മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലാറ്റ് ഇനി നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ഒരു ക്രൂരമായ തമാശ ഭാര്യ. ഫ്ലാറ്റ് മാത്രമല്ല, ഈ ലോകം മുഴുവൻ നമ്മുടേതായെന്നാണ് തോന്നുന്നത്. അപ്പൊ പെട്ടെന്ന് നായ ഒന്നുകൂടെ കുരച്ചു. ടിവിയിൽ അപ്പൊ നീല നിറം മാത്രം. അപ്പോ ഭാര്യ ടിവിയിലെ ഓരോ ചാനലായിട്ട് മാറ്റി നോക്കുകയാണ്. അപ്പൊ ധാരാളം വാഹനങ്ങൾ ഇവരുടെ ഫ്ലാറ്റിൽ നോക്കുമ്പോൾ റോഡിൽ നിരവധി വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ്. മൈതാനത്തിന് അപ്പുറത്ത് താൽക്കാലികമായി കെട്ടി ഉയർത്തിയ ഒരു ആശുപത്രിയുണ്ട്. ആശുപത്രിക്ക് മേൽ തകർന്നു വീണ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ. അതാരും എടുത്തുകൊണ്ട് പോയിരുന്നില്ല. അപ്പൊ രക്ഷാപ്രവർത്തനത്തിന് പോലും ആരും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ ഫ്ലാറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഫ്ലാറ്റിലേക്ക് ആദ്യമായിട്ട് സൈറൺ മുഴക്കി ആംബുലൻസ് വന്നപ്പോഴും ഇതേ ഭയമായിരുന്നു ഇവർക്ക്. അന്ന് നിമിഷ നേരം കൊണ്ട് സകല വാതിലുകളും അടഞ്ഞു. എന്നാൽ ഇപ്പോൾ പ്രൊഫസർ മരിച്ചു എന്ന് അറിഞ്ഞിട്ട് ഞെട്ടാനൊന്നും അവിടെ എങ്ങും ആരും ഇല്ല. മനുഷ്യ പ്രവർത്തനങ്ങളില്ലാതെ ആകാശം തെളിഞ്ഞപ്പോൾ അപ്പൊ ഇവര് പിന്നീട് ഈ ഒറ്റയ്ക്കായി പോയെങ്കിലും അവര് പ്രകൃതിയെ നോക്കി നിന്നാണ് സമയം നോക്കിയത്. അപ്പോൾ അവിടെ ഒരു മല അവർക്ക് കാണാം. അപ്പൊ അവിടെ താൻ പോയിട്ടുണ്ടെന്നും ആ ഒരു സന്തോഷം അനുഭവിക്കാൻ ഇപ്പോൾ എനിക്ക് തന്നെ കഴിയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രണയപൂർവ്വം അവളോട് ചേർന്ന് നിൽക്കാൻ ഭർത്താവ് ശ്രമിക്കുന്നു. നോ ഡോൺ ടച്ച്, കീപ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ അയാൾ ചിരിച്ചുകൊണ്ട് മാറി നിന്നു. എന്നിട്ട് മുഷിഞ്ഞ മാസ്ക് എടുത്ത് വലിച്ചെറിഞ്ഞു. അപ്പോൾ അയാളെ കെട്ടിപ്പിടിച്ചു അവള്. അപ്പൊ നോക്കുമ്പോൾ അവളുടെ കുരങ്ങന്റെ രോമരഹിതമായ ഒരു ഭാഗം പോലെ മാസ്ക് വെച്ചിരുന്ന ഭാഗം മാത്രം വെളുത്ത് കിടക്കുകയാണ്. അതായത് കൊറോണ മഹാമാരിയെ പേടിച്ച്, ആ സൂക്ഷ്മാണുവിനെ പേടിച്ച് ഫ്ലാറ്റുകളിലേക്കും മുഖം മൂടികളിലേക്കും ഒതുങ്ങിപ്പോയ മനുഷ്യനാണ് ഇതിലെ കഥാപാത്രം. ഇപ്പൊ ലോക്ക്ഡൌണിന്റെ ആദ്യ നാളുകളായിരുന്നു അത്. പിന്നെ ആംബുലൻസുകൾ നിരന്തരം ഫ്ലാറ്റുകളിലേക്ക് വരുന്നു. മരണത്തിന്റെ എണ്ണം ക്രമാതീതമായി കൂടുന്നു. അപ്പോൾ നമ്മളിവിടെ അടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നറിയാമോ എന്ന് അയാൾ ചോദിക്കുന്നു. അപ്പൊ പ്രധാന ദേശീയ പാതയിലെ വക്കത്താണ് ഈ ഫ്ലാറ്റ്. അപ്പോൾ ഈ ഫ്ലാറ്റിന്റെ മുന്നിലൂടെ പോകുന്ന വലിയൊരു നാഷണൽ ഹൈവേ ആണ്. നിരന്തരം ചരക്ക് വാഹനങ്ങളും നിരന്തരം പൊയ്ക്കൊണ്ടിരുന്നു. റാലി ഉണ്ടായിരുന്നു, ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു, ആഘോഷങ്ങൾ. ഇപ്പോൾ അവിടെ കുറെ കാലം ഉണ്ടായിരുന്നത് ഈ കോവിഡൊക്കെ വന്നപ്പോൾ ആൾക്കാരിങ്ങനെ ഓടിപ്പോകുന്ന ഒരു, അതായത് ഇവിടെ നിന്ന് ജന്മനാടുകളിലേക്ക് പോകുന്ന പോലെ ആളുകൾ ഇങ്ങനെ ഓടിപ്പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അഴുക്ക് പിടിച്ച് തുണിഭാണ്ഡങ്ങളുമായിട്ട് ദാരിദ്ര്യം നിറഞ്ഞ മുഖമുള്ള കുട്ടികൾ പോകുമ്പോൾ ഇവര് റൊട്ടി കഷ്ണങ്ങൾ ജനാലകളിലൂടെ വലിച്ചെറിഞ്ഞു കൊടുത്തത്. അപ്പൊ ആയിരക്കണക്കിന് ആളുകൾ ആ റൊട്ടി കഷ്ണങ്ങൾക്ക് ചുറ്റും വട്ടമിട്ടതും ഒക്കെ അവർ ഓർക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കൽ അയാൾ ഇങ്ങനെ റൊട്ടി കഷ്ണങ്ങൾ വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ ആൾക്കൂട്ടം ഉണ്ടായി. അപ്പൊ സ്റ്റോപ്പിട്ടെന്ന് ഭാര്യ അന്ന് വന്ന് വിലക്കിയതൊക്കെ അയാൾ ഓർക്കുന്നു. അപ്പൊ തൊഴിലാളികൾ, നമുക്കറിയാലോ, നമ്മളത് കണ്ടതാണ് അല്ലെ. അതായത് ട്രെയിനിൽ കയറാൻ നിവർത്തിയില്ല, വാഹനങ്ങളൊന്നുമില്ല, നടന്നുപോയി. ഇവിടെ നടന്ന് ഡൽഹിയിലും ഉത്തരാഖണ്ഡിലും ഒക്കെ പോയ ആളുകൾ പലപ്പോഴും വഴിയിൽ വീണ് മരിച്ചതും ഒക്കെ നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. ഇത് ഇവിടെയുള്ള അവസാനത്തെ റൊട്ടികളാണെന്ന് പറഞ്ഞ ഒരു റൊട്ടി രണ്ടായി മുറിച്ചവര് ഭക്ഷിക്കുകയാണ്. അപ്പൊ കിഴക്ക് ഭാഗത്ത് ജനലിൽ കൂടെ നോക്കുമ്പോൾ രാജ്യത്തിന്റെ മറ്റൊരു ജീവനാഡി എന്ന് പറഞ്ഞാൽ തീവണ്ടികൾ പൊയ്ക്കൊണ്ടിരുന്ന ഒരു പാത അവർക്ക് കാണാം. അപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ഉന്മേഷം തരുന്ന കാഴ്ച. അപ്പൊ ശൂന്യത, അതായത് ഒരു രാത്രി കൊണ്ട് തീവണ്ടികളെല്ലാം നിൽക്കുകയാണ്. ആ തീയതി ഏതായിരുന്നു ഓർമ്മയുണ്ടോ എന്ന് അയാൾ ഭാര്യയോട് ചോദിക്കുന്നു. അവള് കൈമലർത്തി. അപ്പൊ അതൊരു മുമ്പ് ഒരു ട്രെയിൻ ഇതുവഴി പോയെന്നും അതൊരു ചരക്ക് തീവണ്ടിയായിരുന്നു എന്ന് അവള് പറയുന്നു. അപ്പൊ നമ്മൾ വായി കിടക്കാത്ത ടിന്നിൽ നിന്ന് കുറച്ച് പയർമണി എടുത്ത് കുതിർക്കാനിട്ടു. പിന്നെ അവിടെ പറയുന്നുണ്ട്, അതായത് ഈ അണുബാധ മാറാൻ വേണ്ടി പാത്രങ്ങൾ എടുത്ത് കൊട്ടാൻ പറഞ്ഞൊരു ആഹ്വാനം ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് അവിടെ കളിയാക്കി പറയുന്നു. അന്ന് ഇന്ന് മരിച്ച പ്രൊഫസർ മാത്രം അത് ചെയ്തില്ല. അയാള് രാസവസ്തുക്കളുടെ ലോകത്ത് പ്രാർത്ഥനാഭരിതനായിരുന്നു എന്നാണ് പറയുന്നത്.
ഇനി എന്നാണ് നമ്മൾ അവസാനമായി ഇണ ചേർന്നത് നമ്മൾ ചോദിക്കുന്നു. ഓർമ്മയുണ്ട്, ഭൂമിയിൽ ചലനം പുനഃസ്ഥാപിച്ചതിന്റെ അടയാളമായിട്ട്, അതായത് കുറെ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ജീവിത പഴയ അവസ്ഥയിലേക്ക് വന്നല്ലോ. കൊറോണ കാലത്ത് ആ ഒരു ആദ്യത്തെ അടിയന്തര അവസ്ഥയിൽ നിന്ന് പിന്നെ ജനങ്ങൾ കുറേശ്ശെ ഒന്ന് മോചനം നേടിയ കാലമുണ്ടല്ലോ, അപ്പോഴാണെന്ന് അവൾ ഓർമ്മിക്കുന്നു. അന്ന് കണ്ടവരാരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല, അവരാരും മിണ്ടിയില്ല. അപ്പൊ ഒരു സന്ധ്യയ്ക്ക് ഇങ്ങനെ എന്ത് പറയണം, മനുഷ്യ സാന്നിധ്യമില്ലാത്ത ഒരു ഫ്ലാറ്റിൽ അവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ മലയിൽ നിന്ന് നോക്കിയാൽ ഏഴിലം പൊതിയൻ മലയുണ്ട്, അതിനപ്പുറത്ത് താമ്രവർണ്ണി നദിയുണ്ട്, അതിനും അപ്പുറത്ത് മനുഷ്യരുണ്ടായിരിക്കും എന്നവള് പറയുന്നു. എന്തായാലും മനുഷ്യർ പൂർണ്ണമായി ചത്തൊടുങ്ങി എന്ന വാർത്ത നമ്മൾ കേട്ടതാണല്ലോ. പശ്ചിമേഷ്യ, ആഫ്രിക്ക, അവിടെയൊക്കെ ചിലപ്പോൾ ആൾക്കാർ കാണും. അപ്പൊ വീണ്ടും അവർക്കൊരു ഭീതി ഉണ്ടാവുകയാണ്. അപ്പൊ ഒരു മാരകമായ ഒരു രോഗബാധ ഉണ്ടായാൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഉണ്ടായപ്പോൾ ഒറ്റപ്പെട്ടു പോയ മനുഷ്യനാണ് ഇതിലെ കഥാപാത്രം. അപ്പോൾ ഭാര്യ കുതിർക്കാൻ വെച്ച പയർമണികൾ എടുത്തിട്ട് പറഞ്ഞു, നമുക്ക് പയർ പുഴുങ്ങി തിന്നാം. അപ്പൊ അയാൾ പറഞ്ഞു, വേണ്ട, നിൽക്ക്, നമുക്കത് മുളപ്പിക്കാം. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ എന്ത് കഴിക്കും? ഇന്ന് ഉപവാസം. അപ്പൊ രാത്രി മൊബൈൽ ഫോണുകളൊക്കെ നിലച്ചു കഴിഞ്ഞപ്പോൾ TV മാത്രമായി. മഹാമാരിയുടെ വിളയാട്ടിനൊപ്പം സിനിമയും സംഗീതവും ഒക്കെ കണ്ടു. അപ്പൊ അവർ അടഞ്ഞിരുന്ന് ഈ ചാനലുകൾ അവസാനം അവര് ഈ കൊറോണയുടെ ഈ ഒരു ബുദ്ധിമുട്ട് കൂടി വന്നപ്പോൾ ചാനലുകൾ സംപ്രേഷണം നിർത്തി. മലയാളം ചാനലുകളിൽ നിന്നും ആംബുലൻസുകൾ വരാതെയായി, താൽക്കാലിക ആശുപത്രികൾ പോലും ഉയരാതെയായി. അവസാനമായി എന്നാണ് നമ്മൾ മലയാളം ചാനൽ കണ്ടത്? അപ്പോൾ അയാൾ പറയുന്ന അന്നാണ് ആ വിമാനം ആശുപത്രിയുടെ മുകളിൽ കത്തി വീണത്. അപ്പോൾ അതിനു മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളിൽ ശ്വാസം മുട്ടി മരിക്കുന്ന മനുഷ്യരെ പറ്റിയ ഒരു വാർത്ത അല്ലേ? വഴിയിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന വാഹനങ്ങളിൽ ശ്വാസം കിട്ടാതെ പിടയുന്ന, അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ പായുന്ന ഒരു കാഴ്ച നമ്മൾ ഡൽഹിയിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് കേരളത്തിൽ അധികം ബാധിച്ചില്ല. അപ്പോൾ ആ ഒരു രോഗാവസ്ഥയും അന്ന് കൊറോണയുടെ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചാനല് അവരിങ്ങനെ നോക്കി, TV-യിൽ വീണ്ടും അത് അപ്രത്യക്ഷമായി, TV-യിലൊരു നീലിമ മാത്രമായി. അപ്പം മനുഷ്യ ശബ്ദമൊന്നും ഇനി നമുക്ക് കിട്ടില്ല എന്നവർ പറഞ്ഞു. നമ്മളാണ് അവസാനത്തെ മനുഷ്യരെന്ന് അയാൾ വീണ്ടും പറയുകയാണ്. അപ്പൊ ഇവർ ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ അവൾക്ക് വെള്ളം കിട്ടണം എന്നൊരു ദാഹം പോലെ തോന്നി. അപ്പൊ കിച്ചണിൽ പോയി അവൾ ആ വെള്ളം കുടിച്ചു. അപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം അവൾ കേട്ടു. ആഴമുള്ള ഒരു ശബ്ദമായിരുന്നു, സൂക്ഷ്മമായിരുന്നു. അപ്പോൾ ഒന്നിനു പുറകെ വീണ്ടും ആ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ഭാര്യയെ ബെഡിൽ കാണാതെ അന്വേഷിച്ചിറങ്ങിയ ഭർത്താവ് ജനീറ്റ എന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഭാര്യ പറയുകയാണ്, എത്ര ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ എൻ്റെ പേര് വിളിക്കുന്നത്? അപ്പോൾ അവൾ മൊബൈലിലെ ടോർച്ച് വെട്ടം തെളിച്ച് ഡൈനിങ് ടേബിളിലേക്ക്, അതായത് ഈ ടക്ക് ടക്ക് എന്നൊരു ശബ്ദം കേട്ടോണ്ടിരിക്കുന്നത്, എന്തോ മുള പൊട്ടുന്ന പോലെ നോക്കിയപ്പോൾ മൺപിഞ്ഞാണത്തിൽ വെച്ച പയർ വിത്തുകൾ ഇങ്ങനെ മുളയ്ക്കുന്ന ശബ്ദമാണ്. അപ്പോൾ ഒരു സൂതികയുടെ മനസ്സോടെ, പ്രസവം എടുക്കുന്ന ഒരു സ്ത്രീയുടെ മനസ്സോടെ അവൾ ആ പയർമണിയുടെ അരികത്തിരുന്ന് ആ പയർമണിയിൽ നിന്ന് മുള പൊട്ടുന്ന ആ പിറവിയുടെ അത്ഭുതം കാണുകയാണ്. ജീവന്റെ പച്ചപ്പ് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന നൊമ്പലം കൊണ്ട്, വേദന കൊണ്ട് വിത്ത് ഞെട്ടുകയാണ്. അപ്പൊ ഈ ശബ്ദമാണ് അവള് കേട്ടത്. അപ്പൊ അവൾക്ക് മനസ്സിനൊരു പുളകം ഉണ്ടായി. 1000 പയർമണികൾ ഒന്നിച്ച് മുളയ്ക്കുന്നതിന്റെ ശബ്ദമാണ് അവർക്ക് ചുറ്റും കേട്ടത്. അപ്പൊ അത്രയും വേറൊരു ശബ്ദവും കേൾക്കാത്തതുകൊണ്ട് ആ ശബ്ദം അവർക്ക് ഭയങ്കരമായി ആസ്വദിക്കാൻ കഴിയും. പുതുജീവന്റെ തുടികൊട്ട് ഏറെ നേരം അവര് നോക്കിയിരുന്നു. അപ്പൊ മനുഷ്യവംശം അറ്റുപോയി, വംശമറ്റ് പ്രതീക്ഷ അസ്തമിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ പയർമണികൾ ഒച്ചയിട്ട് മുള പൊട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ ഒരു ഒച്ചയിടൽ അവരിലുണ്ടാക്കിയ പുളകം കാരണം അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചു. ജനീറ്റ എന്നാൽ മലയാളത്തിൽ ജനനി എന്നർത്ഥം, അതായത് ജന്മം കൊടുക്കുന്നവൾ. വീണ്ടും ജീവന്റെ തുടുപ്പിലേക്ക് അവർ ഒരുമിക്കുകയാണ്. അയാൾ പറഞ്ഞു. ജീവസുറ്റ കൃഷ്ണമണികൾ ഉയർത്തി അവൾ ഭർത്താവിനെ നോക്കി. അപ്പോൾ ഈ ഭൂമിയിൽ ഒന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല. എല്ലാ സംഹാരങ്ങളും സൃഷ്ടിയുടെ ആരംഭമായി മാറുകയാണ്. അല്ലെങ്കിൽ സൃഷ്ടിക്ക് ഒരിക്കലും അവസാനമില്ല. ഒന്നും ഒരിക്കലും ഒടുങ്ങുന്നില്ല. എല്ലാ ഒടുക്കങ്ങളും തുടക്കത്തിന്റെ നാന്ദിയ കുറിക്കാനായി നമ്മെ സഹായിക്കുന്നതാണ്. അങ്ങനെയാണല്ലോ കൊറോണ വന്നപ്പോൾ, കൊറോണ രോഗബാധയ്ക്ക് നമ്മൾ എന്തുമാത്രം ഭയപ്പെട്ടതാണ്. പക്ഷേ അവിടെ നിന്ന് വലിയൊരു മാറ്റത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തി. അപ്പോൾ ഒരിക്കലും ഒന്നിലും തകർന്നു പോകാത്ത മനുഷ്യന്റെ മനസ്സിന്റെ അജയ്യതയെക്കുറിച്ചാണ് ഈ കഥയിൽ വിവരിക്കുന്നത്. അതോടൊപ്പം നമുക്കുണ്ടായ ആ ഒരു ശബ്ദകാലത്തെ, അല്ലെങ്കിൽ ശപിക്കപ്പെട്ട കൊറോണ മഹാമാരി കാലത്തെ ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ഈ കഥ.
കഥ കേൾക്കുക, ഈ കഥ നന്നായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉത്തരം നിങ്ങൾക്ക് നന്നായി എഴുതാൻ കഴിയും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.